പക്ഷെ നിധി അതിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. കൊച്ചിയിൽ ഇപ്പൊ 2 മണി കഴിഞ്ഞു. മഷിയിട്ട് നോക്കിയാൽ ഒരു കുതിരയെ കിട്ടൂല. എന്തിന്? മഷിയിട്ട് നോക്കാൻ മഷി പോലും കിട്ടൂല. പ്രകാശ മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. മികച്ചൊരു നടനാണ് ഫഫ എന്നുള്ള എല്ലാവരും പറയുന്ന കാര്യമാണ്. സാറ് ഞാൻ കണ്ണപ്പൻ, ടെസ്റ്റർ കണ്ണപ്പൻ. ടെസ്റ്ററാ? എന്ത് സാധനവും ടെസ്റ്റ് ചെയ്യും. ഓഹോ, എന്താണെന്ന് ആ പടം എടുത്ത അൽത്താഫിന് പോലും അറിഞ്ഞൂടാ. അതൊരു ബ്ലാക്ക് ഹ്യൂമർ ആയിട്ട് കരുതിയാ മതി എന്ന് പ്രത്യേകം പറഞ്ഞു. പിന്നെ അന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഒരു അപരാധം കണ്ടിട്ട് ഇറങ്ങി ഓടാതിരിക്കാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലാലാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്? മൊത്തത്തിൽ കഥ മാറ്റിക്കളഞ്ഞു. Hey, I've seen this one. This is a classic. Life is a one-man show. അരെ വാ വാ, Yes. വാട്ട് എ കോട്ട്. Thank you. ഇത് ഞാൻ തന്നെയാണ് കൊടുത്ത് ഏൽപ്പിച്ച കോട്ടാണ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു ലേശം. വേണ്ട നിധി പറ. അതാ Shut up. ആര് പറയണമെന്ന് ഞാൻ പറയാം. പൂങ്കോഴിയുടെ മുട്ട കിട്ടത് തത്തക്കെന്തിന്റെ വട്ട, എഴുന്നേറ്റ് പോടാ പൊട്ട. ഞാൻ തന്നെ ഇരിക്കും. എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെയാ സംസാരിക്കണ്ടേ? ഒടിയന്റെ അടുത്ത് മായം വേണ്ട കേട്ടോ. പൊന്നു സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവാണ്. എന്തിനാ പ്രപ്പോസ് ചെയ്യാനെങ്ങാനാണോ? എന്താ പേര്? മാലിനി. ഇയാൾക്ക് എന്താണ് വയ്യേ? നിങ്ങൾ പറയുന്നത് ശരിയാണ്, പക്ഷെ അതല്ല ഇവിടുത്തെ പ്രോബ്ലം. ഹായ് മാലിനി, പണ്ടാറടങ്ങാൻ നീ അവളോ അഴക്. അങ്ങനെ വഴിക്ക് വാ. സത്യത്തിൽ മാലിനെ ആദ്യം കണ്ടപ്പോ എന്റെ മനസ്സിൽ ഒരു സ്പാർക്ക് ഉണ്ടായി. എന്റെ ചെറുപ്പത്തില് ഈ കരക്കാർ ആൺകുട്ടികളുടെ മനസ്സിൽ ഒരു കാന്താരിമോള് കുറച്ച് കുത്തി എരുവല്ലേ നിങ്ങളെ കാണുമ്പോ. പൂക്കുഞ്ഞെ പതപ്പിക്കല്ലേ. സത്യം, എന്റെ ഉമ്മയാണ് സത്യം. ഐ ലവ് യു മാലിനി. എന്നെ വേണേ 2 അടി അടിച്ചോ, പക്ഷെ ഞാൻ ഉള്ളത് പറയും. അതൊക്കെ ഇതിനപ്പോ ഇവിടെ പറയുന്നത്, അതൊക്കെ എല്ലാവർക്കും അറിയുന്നതല്ലേ. അൺബിലീവബിൾ. മതി കുറെ നേരമല്ലോ തുടങ്ങിയിട്ട്. ഏതായാലും ഇതൊരു നല്ല അനുഭവല്ലേ.